ഗൈസ് ഇന്നൊരു ഫീൽഡ് ട്രിപ്പ് പോവുകയാണ്. വേറെ ഇങ്ങോട്ടുമല്ല, ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു എയർഗാർഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ടാണ്. അപ്പൊ ബാക്കി വിശേഷം ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഞാനാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ബാഗ് പാക്ക് ചെയ്യും കേട്ടോ. എനിക്കാണെങ്കിൽ അല്ലെങ്കിലും പണ്ട് മുതലേയുള്ള ശീലമാണ് എല്ലാം തലേ ദിവസം എടുത്തു വെക്കാതെ എല്ലാം പിറ്റേ ദിവസം ആ ഒരു ടൈമിൽ ആ ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഗൈസ്. ഗൈസ് ബസ് വന്ന് അതാണ് ഞാൻ ഇത്ര തിരക്ക് പിടിച്ച് ഓടുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബസ്സൊക്കെ ദേ എത്തിച്ചേർന്നിട്ടോ. ഞങ്ങളാണ് കോളേജ് ബസ്സിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളാണെങ്കിൽ പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുത്തതാ. ലാസ്റ്റ് ഞങ്ങളൊരു വഴിയായി. ഇത് ഈ രണ്ടുപേരാണ് എൻ്റെ മെയിൻ വൈബിനനുസരിച്ച് നിൽക്കുന്ന ആൾക്കാർ. ഞങ്ങൾ എവിടെ പോലും ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണ്, എല്ലാ കാര്യത്തിനും ഒരുമിച്ചാട്ടോ. ഇത് രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. ഒന്ന് അമല, ഒന്ന് ജെറി. അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളത് എത്തിച്ചേർന്നുണ്ട് ഗൈസ്. ഇതാ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഓൾഡ് ഏജ് ഹോം. ഞങ്ങൾ 2 സ്ഥലം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓൾഡ് ഏജ് ഹോമും പിന്നത്തെയാണ് MR ഹോം. അതിൽ ഞങ്ങൾ പോയില്ല, കാരണം ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ 100 പേരുണ്ട്. അതിൽ ഫസ്റ്റ് 50 മെമ്പേഴ്സ് ഓൾഡ് ഏജ് ഹോമിൽ പോവും, പിന്നെ നെക്സ്റ്റ് 50 മെമ്പേഴ്സ് MR ഹോമിൽ പോവും. അപ്പോൾ എനിക്ക് MR ഹോമിൽ പോകുമ്പോൾ വീഡിയോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എടുത്തു തന്നായിരുന്നു. കാരണം അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ട്, എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അവരാണ് എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തു. അവരെ വീഡിയോ എടുക്കാനും എല്ലാ കാര്യവും എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾക്കാണെങ്കിൽ ടൂറ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാനാണ് എല്ലാ പ്രാവശ്യവും നോക്കുന്നത് തന്നെ. ഇത് ഞങ്ങളുടെ 3rd ഇയറിലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിപ്പാട്ടോ ഗൈസ്. ഇതാ കാണുന്ന കേട്ടോ ഓൾഡ് ഏജ് ഹോം. ബാക്കിയുള്ള വിശേഷമൊക്കെ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വന്നത് തന്നെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനാണ്. റോൾ പ്ലേ ആയിരുന്നു. ഞങ്ങളുടെ ടോപ്പിക്ക് ഡിമെൻഷ്യ ആയിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ വെൽ പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ ജസ്റ്റ് 1 ഡേയുടെ പ്രാക്ടീസ് സംഭവങ്ങളൊക്കെ ഓടിപ്പിടിച്ച് എന്താണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പോയതാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയപ്പോൾ ശരിക്കും കോളമായി. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളവിടെ പോയപ്പോൾ പരിചയപ്പെട്ടൊരു ചേച്ചിയാട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ കേട്ടോ. അത്ര കംഫോർട്ടായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ യാത്രയിലൊരു താരമായിരുന്നു കേട്ടോ ഈ ചേച്ചി. കാരണം നമ്മൾ പറയാറില്ല, ഓരോ യാത്രയിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ മൂമെൻറ്റ്സ് നമുക്ക് കിട്ടത്തില്ല. അതുമാതിരി ഒരു മൂമെൻ്റ് ആയിരുന്നു, അതുമാതിരി ഒരു മെമ്മറി ആയിരുന്നു കേട്ടോ ഇത്. ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ ഹോംസിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ശരിക്കും പറഞ്ഞാൽ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും അവർക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അത്രയും തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ ഡാൻസും പാട്ടും കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവരുടെ റൂമിട്ടൊക്കെ കാണിച്ചു തന്നു. ഇതാണ് റൂം. അങ്ങനെയൊക്കെ ചെറിയ ഫെസിലിറ്റീസ് ആണെങ്കിലും അത്യാവശ്യം എല്ലാവർക്കും അത്യാവശ്യം അടിപൊളിയായിട്ട് കഴിയാൻ പറ്റുന്ന ഫെസിലിറ്റീസൊക്കെ ഉള്ള സ്ഥലമാണ് ഗൈസ്. അങ്ങനെ ഒരു 12:30-1 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോവുക കേട്ടോ ഗൈസ്. എപ്പോഴാണ് ജ്യൂസും ബിസ്ക്കറ്റും കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവം ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി തന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ചു പോവുക കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ ഭയങ്കര വൈബടിച്ച് ഡാൻസും കൂത്തും ബഹളമൊക്കെ ആയിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ശരിക്കും ഫ്ലാറ്റായിട്ട് എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ച് ഫ്ലാറ്റായി പോയേ. ഇനി നെക്സ്റ്റ് ഞങ്ങൾ പോണയാണ് MR ഹോംസ്. 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഒരു ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിക്കട്ടോ ഗൈസ്. ഇത് ശരിക്കും ഉള്ളത് സേലം സിറ്റി സൈഡിലല്ല കേട്ടോ, കുറച്ച് ഉള്ളിട്ട് കയറിയുള്ള കമ്മ്യൂണിറ്റി സൈഡ്സിലാണ്. അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ സംഭവ സ്ഥലത്തോട്ട് എത്തിയിട്ടോ ഗൈസ്.
അവിടെ ബസ് ഇറങ്ങി കുറച്ചങ്ങ് നടക്കാൻ ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു. മീനുണ്ടോ ഇതിനകത്ത്? നിറമുള്ള മീനൊക്കെ. അത്യാവശ്യം നല്ല ആംബിയൻസിലൊക്കെ ആയിട്ട് ഈ ഒരു സ്പോട്ട്. അത്യാവശ്യം ഇവർക്ക് പറ്റിയ ഗെയിംസും കാര്യങ്ങളും അങ്ങനെ എല്ലാ സംഭവം ഉണ്ട്. ഞങ്ങളെല്ലാം ഇവരുടെ ഗെയിംസ് എല്ലാം കണ്ട് ഭയങ്കര എൻജോയ് ചെയ്തു. എനിക്കങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അത് വെച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അങ്ങനെ വൈകുന്നേരം ഒരു 4-4:30 ടൈമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് കോളേജിട്ട് പോകുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ, ചെറിയൊരു ട്രിപ്പായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.